അപ്പം ഇവിടെ നമ്മളൊരു പാരഡി കോമ്പറ്റീഷൻ നടത്താൻ പോവാണ്. മാർട്ടിൻ ചേട്ടാ പ്രതിഭട്ട കളറാക്കാൻ ഇങ്ങ് പോന്നേ. അപ്പൊ നിങ്ങളെ ഞാനിവിടെ ഇടം വലം നിർത്തിയ സ്ഥിതിക്ക് ഇടം വലം നോക്കാതെ നിങ്ങൾ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നോണം. അപ്പോ വളരെ സന്തോഷം. നമുക്ക് ആരംഭിക്കലാമാ? ആരംഭിക്കാം. തുടങ്ങലാമാ? ദേ മാവേലി കൊമ്പത്ത് ടീം യൂസഫ്ക്ക് അങ്ങ് കയറ്റി വെച്ചേക്കുവാണ്. അതിന്റെ മുകളിൽ പോണം, പിന്നെ എന്നാലേ ഓണം കളകാവുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ഡാൻസ്, പാട്ട് എല്ലാം വേണം. അത് പാരഡി മുകളിൽ നിൽക്കണം. നമ്മൾ വന്നേക്കണെന്ന് അറിയാമോ? ഇല്ല. ചന്ദ്രന്റെ പല്ലക്കിൽ വീടു കാണാൻ വന്ന് ഗന്ധർവരാജകുമാരൻ, അസ്പര രാജകുമാരി. അപ്പൊ നമ്മൾ തുടങ്ങിയായി അല്ലേ? ഓക്കെ. അപ്പം യൂസഫ് ഖാന്റെ മോളില് അടുത്ത പാട്ട് ഇവിടെ നിന്ന്. ഓക്കെ. അപ്പൊ നമ്മള് പറയുമ്പോ ചെറിയതായിട്ടൊരു കാര്യം പറയാതിരിക്കാൻ നിവർത്തില്ല. ഓണത്തിനോട് വിട്ടുവെച്ചടവും അതുപോലെ തന്നെ ദേമാവലി കൊമ്പത്തും ഒരുപാട് ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 1991 ഞാൻ ശരിക്കും ഓണത്തിനടക്ക് പുട്ടുകച്ചവടത്തിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ 2 ടീമായെങ്കിലും ആരോഗ്യകരമായ ഒരു മത്സരം ഉണ്ടായിരുന്നു. അത് തന്നെ ആയിരിക്കണം ഇവിടെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് പാടാം. നമുക്ക് അങ്ങനെ കൗണ്ടർ അടിച്ചു പോകാം. ആദ്യമായിട്ട് ഞാൻ പാടുന്ന പാട്ട് ലോൺ എടുത്ത് വീട് പണിത ഒരാളുടെ ഗതികേടാണ്. ഇത് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞ മാട്ടിന്റെ വീട് പണി നടക്കുന്ന സമയമായതുകൊണ്ട് മാട്ടിൻ വന്നിട്ട് പറയാണ് കഷ്ടകാലം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കൊള്ളാലടത്. അങ്ങനെയാണ് വീടിന്റെ പാട്ടുണ്ടായത്. ശരി. അപ്പൊ നമുക്ക് കേൾക്കാം. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിരങ്ങി ഞാൻ, ആകെ കടത്തിൽ കുടുങ്ങി ഞാൻ, കെട്ടുതാലി പോലും പണയത്തിലായി. കഷ്ടകാലം കഷ്ടകാലം കഷ്ടകാലം. അഞ്ചാറു ലോഡു കല്ലിറക്കി റോഡരികിൽ യൂണിയൻകാരുമായൊടക്കി, കമ്പിയും സിമന്റും കടം വാങ്ങിയടിച്ചു, ചരലിനു വേണ്ടി ഞാൻ അലഞ്ഞു. പണി ചെയ്യാൻ മടിയുള്ള പണിക്കാരെ തന്നെ ദൈവം എനിക്കു തന്നു നീണ്ട 4 കൊല്ലമീ പണിക്കാരു പണിതിട്ടും വീടിന്റെ തറ പോലും ഉയർന്നിട്ടില്ല. വീടു പണിയുവാൻ ലോണിനായി ബാങ്കിൽ നിരങ്ങി ഞാൻ. ഈ വിലാപപ്പാരടിക്ക് ശക്തമായ മറ്റൊരു വിലാപപ്പാരടിയുമായിട്ട് ദേമാവലി കൊമ്പത്ത് വരുന്നു. അടിപൊളി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നൊരു പാട്ട് വരുന്നു. പാട്ട് പാടാൻ പോകുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ നാഷിക എഴുതി ദേമാവലി കൊമ്പത്ത് എന്നൊരു കാസറ്റിലൂടെ പാടി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസ് സാറിനെ കുറിച്ചൊരു പാട്ടാണ്. അപ്പം എല്ലാ മലയാളികളോടും അനുവാദം ചോദിച്ചുകൊണ്ട്, എല്ലാ മ്യൂസീഷ്യൻസിനോടും അനുവാദം ചോദിച്ചുകൊണ്ട് ദാസേട്ടനെ കുറിച്ചുള്ള നമ്മുടെ നാഷിക എഴുതി പാടിയ ആ പാട്ടിന്റെ ഒരു 4 വരി ഞങ്ങളുടെ സൈഡിൽ ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിനു തേൻമഴയാ
ഗാനഗന്ധർവ ഗായക സംഗീത ലോകത്തിൻ നായക അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിനു തേൻമഴയായിടും ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം ദൈവത്തിൻ വരദാനമാണ് ശബ്ദം മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം നിങ്ങൾക്ക് ദാസേട്ടൻ അപ്പോ ഞങ്ങൾക്ക് പ്രദീപ് മാർട്ടിൻ ഉണ്ടല്ലോ. അപ്പൊ അന്നേരം അവിടെ നിന്ന് ആരും ഇല്ലല്ലേ? റാപ്പിന്റെ ആളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ശരിക്കും ഇത് ഓണത്തിന്റെ മെഗാ ചാർജാണ് ഓണം. തമ്പത്തിന് പൊന്നോണം എന്ന് പറയുന്നത് പോലെ ഓണത്തിനിടക്ക് പുട്ടുകച്ചവടത്തില് ഞാനും പ്രചോദം കൂടിയൊക്കെ ഏകദേശം പാടി തീർത്തൊരു പാട്ടാണത്. പക്ഷേ നമ്മൾ ഇച്ചിരി തണുത്ത് പോയിട്ടുണ്ട്. ഒത്തിരി കർക്കിടക കാറ്റും തുലാവർഷ പേമാരിയും കറുത്തിരുന്ന മാനവും കണ്ടാൽ മലയാളികൾ ഭയപ്പെടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പൊന്നിച്ചിങ്ങ മാസത്തിലെ പൊൻതിരുവോണം. ഇപ്പൊ തിരുവോണം മാത്രമേ കലണ്ടറിലുള്ളൂ. അപ്പോ ബാക്കിയെല്ലാം നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഓണമായിട്ട് ഇങ്ങനെ കൊണ്ടാടുകയാണ്. കണ്ടാടുന്നു. കാരണം മൊബൈൽ എന്ന് പറഞ്ഞ യന്ത്രം നമ്മുടെ കയ്യിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് നമ്മൾ ഈ പാട്ട് പോയത്. കാരണം മൊബൈൽ കണ്ടുപിടിച്ചതോടി ചുണ്ടിൽ നിന്ന് മന്ത്രം പോയി ഈ കയ്യിൽ ഈ യന്ത്രം കിട്ടി ജീവിക്കാനുള്ള കുതന്ത്രത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോ അതിന്റെ ഫലമായിട്ട് മൊബൈൽ നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോൾ കലണ്ടറിന്റെ കഥ കഴിഞ്ഞു, ടോർച്ചിന്റെ കഥ കഴിഞ്ഞു, ടിവിയുടെ കഥ കഴിഞ്ഞു, റേഡിയോയുടെ കഴിഞ്ഞു, ഡൈനാമോയുടെ കഥ കഴിഞ്ഞു, അതുപോലെ തന്നെ മൂന്നാന്റെ കഥ കഴിഞ്ഞു, നിരവധി പേരുടെ കഥ കഴിഞ്ഞു. ഇത് ഈ മൊബൈല് ഭാര്യയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പാസ്വേഡും കൂടി അറിയാമെങ്കിൽ ഭർത്താവിന്റെ കഥ കഴിഞ്ഞു. അപ്പോ അത് എല്ലാം വന്ന ഒരു കാലഘട്ടത്തിലാണ് ടി വി എന്ന് പറയുന്ന ചതുരത്തിലുള്ള സാധനം നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ നമ്മുടെ ഓണങ്ങളെല്ലാം ഇങ്ങനെയായി മാറി. അതെ, അതിൽ മനം നൊന്തുകൊണ്ടാണ് ആ പാട്ടുണ്ടായത്. അത് മനോഹരമായ ഒരു കലാകാരൻ എഴുതിയ മനോഹരമായ വരികള്. അദ്ദേഹം നമ്മളെ വിട്ടുപോയി. എനിക്കും പ്രചോദനമൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു. കുട്ടനാടൻകാരനായിരുന്നു. ബി ആർ പ്രസാദ് ആയിരുന്നു. ഇല്ലേ? അങ്ങേരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ പാട്ടിന്റെ മറ്റൊരു വെർഷനാണ്. റെഡി. ഓണംകളി വള്ളംകളി പെണ്ണുങ്ങട തൊങ്കിക്കളി നാടൻകളി നാട്ടിൽ കളി കാണാനില്ലിന്നിപ്പോൾ ജാതിക്കളി പാർട്ടിക്കളി ഒരു മാതൃനാശക്കളി അങ്ങടുതല്ല ഇങ്ങടുതല്ലായി നാട്ടിലൂഞ്ഞാലാട്ടമില്ല വീട്ടിലോണത്തിനോണുമില്ല ഇന്ന് പൂക്കളം തീർക്കലും മാർപ്പുവിളികളും ടി വിയിൽ മാത്രമായി ഓണംകളി വള്ളംകളി പെണ്ണുങ്ങട തൊങ്കിക്കളി നാടൻകളി നാട്ടിൽ കളി കാണാനില്ലിന്നിപ്പോൾ ജാതിക്കളി പാർട്ടിക്കളി ഒരു മാതൃനാശക്കളി അങ്ങടുതല്ല ഇങ്ങടുതല്ലായി പണ്ടുപണ്ടേ നമ്മളെല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോൽ മമ്മതെന്നും തൊമ്മിയെന്നും ഭേദമില്ലാതെ നിന്നിരുന്നു നാട്ടിലെല്ലാം മായമല്ലേ കാണുന്നതൊക്കെയും വ്യാജനല്ലേ കള്ളവാറ്റും പെണ്ണുകേസും നാട്ടിൽ പെരുകുന്ന കാലമല്ലേ ഓണമുണ്ണാനും കോടി വാങ്ങാനും ചില്ലിക്കാശില്ല നാട്ടിൽ ഊഞ്ഞാലാട്ടമില്ല ഓണത്തിനോണമില്ല ഇന്ന് പൂക്കളം നിൽക്കലും മാക്കുവിളികളും ടിവിയിൽ മാത്രമായി ഓണംകളി വള്ളംകളി പെണ്ണുങ്ങട തൊങ്കിക്കളി നാടൻകളി നാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ ജാതിക്കളി പാർട്ടിക്കളി ഒരു മാതൃനാശക്കളി അങ്ങടുതല്ല ഇങ്ങടുതല്ലായി നാട്ടിൽ ഊഞ്ഞാലാട്ടമില്ല പിന്നെ ഓണത്തിനോണുമില്ല ഇന്ന് പൂക്കളം നിൽക്കലും മാക്കുവിളികളും ടിവിയിൽ മാത്രമായി